Welcome to INJIPACHADI'S Vinodam. Share the taste, share the happiness. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ റെസിപ്പി എന്താണെന്നറിയോ? ഒരു ചിക്കൻ കറി. സാധാരണ ചിക്കൻ കറിയല്ല, തേങ്ങയൊന്നും ചേർക്കാതെ തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ചിക്കൻ കറിയില്ലേ, നല്ല തിക്ക് ഗ്രേവിയൊക്കെ ആയിട്ടുള്ള ആ ഒരു സ്റ്റൈലിലെ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായി കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതിൽ നിന്ന് ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ചിക്കൻ കറി വെക്കാൻ ആവശ്യമായ ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 600 ഗ്രാം വരും. എല്ലോട് കൂടിയ ചിക്കൻ തന്നെയാണ്. കറി പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കി പരിപാടിയിലേക്ക് കടക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 15 അണ്ടിപ്പരിപ്പും കുറച്ച് ഡ്രൈ ചില്ലിയും ചേർത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 5 പീസോളം കാശ്മീരി ചില്ലിയാണ് ചേർത്തിരിക്കുന്നത്. കാശ്മീരി ചില്ലി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിരിക്കുന്നത്. സ്പൈസി ചില്ലിയാണെങ്കിൽ ഇത്രയും എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് കാശ്മീരി ചില്ലി ചേർത്താലാണ് കറിക്ക് നല്ല കളറ് കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒട്ടും കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കും. നല്ല പഴുത്ത തക്കാളി എടുക്കുന്നതാണ് നല്ലത്. അതാകുമ്പോഴാണ് കറിക്ക് കാണാൻ ഭംഗിയും അതുപോലെ തന്നെ കഴിക്കാൻ ടേസ്റ്റും കൂടുക. നല്ല പഴുത്ത തക്കാളി, എനിക്കത്രയും പഴുത്ത തക്കാളി ഇവിടെ കിട്ടിയിട്ടില്ല. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം അരച്ചെടുക്കാൻ. അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്നുകൂടി നന്നായിട്ട് അരച്ചെടുക്കാം. അടുത്തതായി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായി അരിഞ്ഞത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഉള്ളിയുടെ കളറൊന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ചേർത്തിട്ടാണ് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്കിനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എരിവ് നല്ലപോലെ ആവശ്യമുള്ളവർക്ക് 1 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പൊടികൾ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായി വെച്ച് കൊടുക്കാം. മസാലയും ചിക്കനും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അരച്ച് വെച്ച മസാലക്കൂട്ടും ചിക്കനും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിനുശേഷം ഇതൊരു 10 മിനിറ്റ് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റിന് ശേഷം നമ്മുടെ കറി ഇതാ ഈ ഒരു രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായ ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അതിന് മുന്നേ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിലേക്ക് കറിയുടെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് അടച്ചു വെച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്യാം. ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. നമ്മുടെ കറിയുടെ 1/4 ഭാഗം റെഡിയായി കഴിഞ്ഞു. അതുകൊണ്ട് ചൂടുവെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. 10 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പായി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. കസ്തൂരി മേത്തിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മല്ലിയിലക്ക് പകരം കസ്തൂരി മേത്തിയുടെ ഇല ചെറുതായി ഒന്ന് ചൂടാക്കി കൈകൊണ്ട് പൊടിച്ച് ചേർത്താലും മതി. അങ്ങനെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടേസ്റ്റി ചിക്കൻ കറി റെഡിയായി. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വരുന്നത് വരെ ബൈ. Share the taste, share the happiness. Thanks for watching.